ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി ഭക്തലക്ഷങ്ങൾ. ദേവിക്ക് പൊങ്കാല ഇടാനായി വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ആറ്റുകാലിലേക്ക് എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ അന്നദാനവും നടത്തിയിരുന്നു. ഒരുങ്ങളുമായി ശാലിനി ചേരുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസം നാളെയാണ്. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ദർശനം ഈ മണിക്കൂറിലും തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെയും മുന്നിൽ കാണുന്നത് പോലെയും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജന പ്രവാഹം ഈ മണിക്കൂറിലും തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ക്ഷേത്രത്തിൽ ഈ മണിക്കൂറിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹം സ്വീകരിച്ച് പൊങ്കാല ഇട്ട് ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഓരോരുത്തരുടെയും ഒഴുക്ക് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നിർമ്മാല്യം കഴിഞ്ഞ് ക്ഷേത്രം തുറന്നതു മുതലുള്ള തിരക്ക് നമുക്കിപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു സംഗമം അവരുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്നു വന്ന കാർത്തിക നാളിൽ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തി അന്നു മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഈ മണിക്കൂറിലും ഈ ദിവസവും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പൊങ്കാല ഉത്സവത്തിന്റെ ചടങ്ങുകൾ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ പൊങ്കാല കലങ്ങളും പൊങ്കാല അടുപ്പുകളും ഒക്കെ തന്നെ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിരന്നു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി പൊങ്കാല അർപ്പിക്കാനും ദേവിയെ കാണാനും തൊഴാനും ഒക്കെ ആയിട്ടുള്ള ക്യൂ നിരയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ആ ഒരു തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ 55, 56, 60, 70 ഒക്കെ വയസ്സുള്ള അമ്മമാർ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുന്നത് മാത്രമല്ല, ഇവിടെ എത്തി അവരുടെ ആത്മസമർപ്പണം ദേവിക്ക് നൽകാനുള്ള ഓട്ടത്തിലും തിരക്കിലും ഒക്കെയാണ് ക്ഷേത്രത്തിലുള്ളവർ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുമുണ്ട്. കുടിവെള്ളം, അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സേവാഭാരതി അടക്കമുള്ളവരുണ്ട്. അമ്മ എവിടുന്ന പൊങ്കാല? കായംകുളം. എത്ര വർഷമായി പൊങ്കാല? 7 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും? ഭയങ്കര തിരക്കല്ലേ. എത്ര നേരം ക്യൂ നിൽക്കാൻ 2 മണിക്കൂറിന് വെള്ളമായി. തൊഴുതട്ടേ മടങ്ങുന്നു? തൊഴുതട്ടേ മടങ്ങുന്നുള്ളൂ. എവിടെയാ പൊങ്കാല? ബണ്ട് റോഡിൽ. അമ്മ എവിടുന്നാ വരുന്നത്? കൊട്ടാരക്കര. ഇവിടെ നെല്ലിക്കുന്നം. ഒരു നാട്ടുകാരിയും കൂടി ഇവിടെ അടുത്തുണ്ട്. അമ്മ പൊങ്കാല എത്ര വർഷമായിട്ട്? 7 വർഷത്തിന് മുമ്പ്. ഇപ്പം ആദ്യമായിട്ട് ഇടാൻ മതിയോ? ഒരുമിച്ച് വന്നതാണ്. ഇതൊക്കെ അമ്മയ്ക്ക് പ്രസാദം. അമ്മയ്ക്ക് പട്ട്, പിന്നെ കുങ്കുമം, തിരി, ആലൂപം. പ്രത്യേക ആഗ്രഹം വല്ലതും പറയുന്നുണ്ടോ? ഞങ്ങൾ കൊച്ചിനൊരു ജോലി വേണം. സാധിച്ചു തരുന്നാലും. അമ്മയ്ക്ക് എത്ര വർഷമായി പൊങ്കാല? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നു ക്യൂലൊക്കെ നിൽക്കും. നല്ല അനുഭവം. എവിടെയാ പൊങ്കാല? പാലക്കാട്. ഞങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ച്. പാലക്കാട് നിന്ന് എപ്പോൾ എത്തി? രാവിലെ. പൊങ്കാല എല്ലാം ശരിയാക്കി എല്ലാം തയ്യാറാക്കിയിട്ടാണ് വരുന്നത്. ഞങ്ങൾ എടപ്പാൾ, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ. ഒറ്റയ്ക്കാണോ വന്നേ? കുറേ പേരുണ്ട്. അമ്മയൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് അമ്പലത്തിൻ്റെ അവിടെ ഇടുന്നത്. ഞങ്ങളവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇടാറ്. ഈ വർഷം ആദ്യമായിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഇടാച്ചിട്ടാണ്. വളരെ സന്തോഷം. മലപ്പുറത്തെ ആഘോഷവും ഞങ്ങളുടെ ആറ്റുകാലിലെ പൊങ്കാല അത് നമുക്ക് മുന്നേ അറിയാം. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞങ്ങൾ അത്രയും ത്രില്ലായിട്ടാണ് വരുന്നത്. ഓരോ വർഷവും അത്രയും സന്തോഷമായിട്ടാണ്. എത്ര തിരക്കായാലും ഞങ്ങൾ ഇവിടെ എത്താൻ ശ്രമിക്കാറുണ്ട് പറ്റുന്ന വർഷങ്ങളിലൊക്കെ. അവരൊക്കെ പൊങ്കാല അർപ്പിക്കാനായി വളരെ സന്തോഷത്തോടു കൂടി മലപ്പുറത്തുനിന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നടക്കമുള്ള ആളുകളെ നമ്മൾ രാവിലെ പരിചയപ്പെട്ടതാണ്. അത്രയധികം ആളുകൾ ഇവിടെയൊക്കെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഇടവിട്ട സമയങ്ങളിൽ കുറച്ചുപേരെ വെച്ചാണ് ക്ഷേത്രത്തിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരക്ക് നിയന്ത്രിച്ച് ആളുകൾക്ക് എല്ലാവർക്കും ക്ഷേത്ര ദർശനം നൽകി മടക്കി അയക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾ എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്. അമ്മ കുറേ നേരമായി ഇവിടെ നിന്ന് ക്ഷീണിക്കുന്നു. ഒരുപാട് ക്ഷീണിക്കുന്നു. എത്ര നാളായി പൊങ്കാല? ഞാൻ ആദ്യമായിട്ടാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും. അമ്മയെ കാണാൻ സന്തോഷം. അധികം മണിക്കൂർ, 2 മണിക്കൂറിലധികം ക്യൂ നിന്നും വരി നിന്നും ഒക്കെയാണ് പലരും ഇവിടെ എത്തി അമ്മയെ കാണുന്നത്. അതൊന്നും അവർക്ക് ക്ഷീണമല്ല, ദാഹമില്ല, വിശപ്പില്ല. ദേവിയെ കണ്ട് മടങ്ങണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആളുകൾക്കുള്ളത്. 100 പേരെ വെച്ചിട്ടാണ് ഒരേ സമയം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലത്തേക്കുള്ള പ്രത്യേക ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ക്ഷേത്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9:45 ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷമാണ് 10:15 കൂടി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും തന്ത്രി തിടപ്പള്ളിയിലേക്കും ഒപ്പം തന്നെ വലിയ തിടപ്പള്ളിയിലേക്കും ചെറിയ തിടപ്പള്ളിയിലേക്കും മേൽശാന്തിയുടെ കയ്യിലേക്ക് അഗ്നി പകർന്ന് നൽകി വിടുന്നത്. അതിനുശേഷം പണ്ടാരടുപ്പിൽ അഗ്നി
ആരതി പകരും. അതിനുശേഷമായിരിക്കും ലക്ഷക്കണക്കിന് വരുന്ന പണ്ടാര അടുപ്പിന് സമാനമായി തന്നെ എല്ലാ പൊങ്കാലക്കലങ്ങളും നിറഞ്ഞ അടുപ്പുകളിലേക്ക് അഗ്നി എത്താൻ പോകുന്നു. ഒരുപക്ഷെ 45 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം ഗിന്നസ് റെക്കോർഡിലൊക്കെ കടന്നതാണെങ്കിൽ പോലും ഇത്തവണ അതിൽ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. 4500-ലധികം വരുന്ന പോലീസുകാരുടെ സുരക്ഷ, നാളെ മാത്രം 1000-ലധികം വരുന്ന വനിതാ പോലീസിന്റെ സുരക്ഷ, CCTV ക്യാമറകൾ, ഒപ്പം തന്നെ ഡ്രോൺ സംവിധാനത്തിലടക്കം വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിലും ഗതാഗത നിയന്ത്രണത്തിലുമാണ് ആറ്റുകാൽ ക്ഷേത്ര നഗരവും ഒപ്പം തന്നെ നഗരവീഥികളും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആ ഒരു ഗതാഗത നിയന്ത്രണം ആരംഭിച്ചാൽ നാളെ രാത്രി 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗത്തേക്ക് ട്രക്കുകൾക്കോ വലിയ വാഹനങ്ങൾക്കോ പാർക്കിങ്ങോ യാത്രാ അനുമതിയോ ഉണ്ടാകില്ല. റെയിൽവേ അടക്കം വലിയ രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട്. ഏകദേശം 24ഓളം സ്പെഷ്യൽ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നവർക്ക് അനുവദിച്ചിട്ടുള്ളത്. 700ഓളം വരുന്ന KSRTC ബസ്സുകളും സ്പെഷ്യൽ സർവീസ് ഇത്തവണ ഒരുക്കുന്നുണ്ട്. എന്തായാലും എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഈ ഒരു യാഗശാലയായി മാറാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്.